ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കാര്യം, എൻ്റെ ഒരു സങ്കടം പറയാൻ വേണ്ടി വന്ന കേട്ടോ. ഞങ്ങൾ ഒരു ജോലിക്ക് വന്നു, അതായത് പ്രസവിച്ച പെണ്ണുങ്ങളെ കിടത്തുന്ന ഹോസ്പിറ്റലിൽ എന്നിട്ട് അവരുടെ ശുശ്രൂഷ കാടാമ്പുഴ. അപ്പോൾ കാടാമ്പുഴ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇവിടെ വന്ന് ജോലിക്ക് വന്നതാണ്, കിച്ചൺ പണിക്ക് വന്നതാണ്. കിച്ചൺ പണി എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ചെന്ന് ഫസ്റ്റിലെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ പറ്റൂല. കാരണം അത്ര കക്കൂസിന് പിന്നെയും വൃത്തി ഉണ്ടാവും. കക്കൂസ് എന്നിട്ട് ഈ ടാങ്ക് ഉണ്ടല്ലോ അതിന് പിന്നെയും വൃത്തി ഉണ്ടാവും. അതിന് പോയാലും വൃത്തിഹീനമായ രീതിയിലാണ് ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, ഈ വൃത്തിയില്ലാത്തിട്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കും കൂടി അസുഖം വരും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഞങ്ങളുടെ രാവിലെ കിച്ചണൊക്കെ താഴോട്ടാക്കി തരാം, നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനെ കൊണ്ട് ഞങ്ങളുടെ കാല് പിടിപ്പിക്കുന്ന പോലെ അവർ വർത്താനം പറയിപ്പിച്ചു. പോകല്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം രാവിലെ കിച്ചൺ ഇറക്കി തരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് രാവിലെ ക്ലീൻ ആക്കാൻ ആൾക്കാർ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഈ നിമിഷം വരെ അതിനൊരാൾ വന്നിട്ടില്ല. അപ്പം മേഡം വന്നിട്ട് പറഞ്ഞ, പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് അവിടുത്തെ കുറേ ചിട്ടകളൊക്കെ ഉണ്ട്, ഭക്ഷണം അളന്നു കൊടുക്കുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് അവർ പണിക്ക് നിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് പറഞ്ഞത് അവർ 24 മണിക്കൂറും ഫോൺ ചെയ്യാൻ പോകും. എന്നിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് അവരെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾക്കിത് ഓവർലോഡാണ്, ഓവർലോഡാണ്, ഭക്ഷണവും കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം ബാധിച്ചു. ഞങ്ങൾ പടുകിളവികളാണ് പോലും, ഞങ്ങൾ രണ്ടും പടുകിളവികളാണ്. ഇത്രയും വയസ്സുള്ള ആൾക്കാരെയാണ് ഇവിടെ കിച്ചൺ പണിക്ക് നിർത്തുന്നത്, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ വരുന്ന ഞങ്ങൾ കണ്ടു, നിങ്ങൾ നേരിട്ട് പിന്നെ എന്താണ് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പണിക്ക് നിർത്തൂലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ആയിക്കോട്ടെ, അതാണ് നമ്മൾ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് എന്നെ കൊണ്ടായ പെണ്ണ് അവിടെ കൊണ്ടാക്കാഞ്ഞത്, അത് തെറ്റി. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ കിച്ചൺ പണിക്ക് നിൽക്കണ്ടായിരുന്നു. അതൊന്നും ഇല്ല, സാരമില്ല എന്ന് പറഞ്ഞാൽ അവൾ ഞങ്ങളവിടെ കൊണ്ടാക്കിയിട്ട് അപ്പം തന്നെ പറഞ്ഞത്, മോളെ ഞങ്ങൾക്കിത് പറ്റൂല, ഇവിടെ വൃത്തിയില്ല, ഞങ്ങളിവിടെ നിൽക്കില്ല എന്ന് അവളോട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ വോയിസ് അവരൊക്കെ എല്ലാവരും കേട്ട് അവരൊക്കെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഞങ്ങൾക്ക് തീരെ എന്നിട്ട് എന്ത് ചെയ്ത് പുലർച്ചെ 4 മണിക്ക് ഞങ്ങളവിടെ ഡ്യൂട്ടിക്ക് കയറിയതാണ്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് 6:28 അതുവരെ ഞങ്ങളവിടെ ഈ കഴുത പണിയെടുക്കുന്നവരെ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ സത്യം പറയും ഈ നിമിഷം വരെ ഞങ്ങൾ കുളിച്ചിട്ടില്ല, അത്ര ടയേർഡായിപ്പോയി അവിടുത്തെ പണി കാരണം. എന്നിട്ട് ഒരു സാമാന്യ കൂലി ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഇന്ന് പോകുകയെന്ന് പറഞ്ഞപ്പം വന്ന വഴിക്ക് ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പോയില്ലേ? ഞങ്ങൾ പണിയെടുത്ത കാശ് കിട്ടാതെ ഞങ്ങൾ എങ്ങനെയാണ് പോയി? കാശ് വേണ്ട ഞങ്ങൾക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോകാൻ. അപ്പം അവരെന്ത് ചെയ്തിട്ട് 2 പേർക്കും കൂടെ 600 ഉറുപ്പിക എടുത്ത് കൈ തന്നിക്കുക. 2 പേർക്കും കൂടെ 600. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അത് നിങ്ങൾ ഞങ്ങളുടെ വകയായിട്ട് ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ മേഡത്തിന്റെ അടുത്ത് അവിടെ വെച്ച് കൈ കൊടുത്ത് പരിപാടിച്ചില്ല. ഞങ്ങൾ അവിടെ ടേബിളിൽ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത്ര വൃത്തിഹീനമായ രീതിയിലാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നവർ. അപ്പം ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ആരെങ്കിലും ഉണ്ടാക്കണം. കാരണം എന്താ അറിയോ, ഇവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ പത്രാസ് കണ്ടിട്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ എല്ലായിടത്തും എന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങൾ കണ്ട ഈ ഹോസ്പിറ്റലിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മാരകമായ അസുഖം വരും. കാരണം അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന എന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം വരെ വീറും വൃത്തിയില്ലാത്തതാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ പുഴുക്കളോ പല്ലിയോ പാറ്റി എന്തെങ്കിലുമൊക്കെ വീണാലും ആരും അറിയില്ല. അതുകൊണ്ടാണ് ഫസ്റ്റിലെ കണ്ടപ്പോൾ തന്നെ കിച്ചൺ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളിവിടെ പണിക്ക് എന്നിട്ട് ഞങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന പരിമിതി ഞാനവിടെ തേച്ച് കഴുകി വൃത്തിയാക്കി അറിയാം. അപ്പോൾ അവർ കിച്ചൺ വൃത്തിയാക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പിന്നെ ഗവൺമെൻറ്റിൽ നിന്നായാലും എവിടെ നിന്നായാലും ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്കെല്ലാം അവർ ഉണ്ടാക്കണം. കാരണം ഞങ്ങൾ കൂലി വാങ്ങാതെയാണ് ഞങ്ങൾ അവിടെ നിറക്കുന്നത്. ഞങ്ങൾ ആക്ഷേപിച്ചാണ് ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് കൂലി തന്നിട്ടില്ല. ഞങ്ങൾ എത്ര വയ്യാതെ ഞങ്ങളവിടെ പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് അത് മാന്യമായ കൂലി പോലും അവർ തന്നില്ല. ഞങ്ങളിത് തരുള്ളൂ എന്ന് വാശി പിടിച്ചവർ അറിയോ. എന്നിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച പെണ്ണിനോട് പറഞ്ഞപ്പോൾ അവളെ തര കളിക്കുക, അവളൊന്നും മിണ്ടുന്നില്ല. അതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തോളാം. പക്ഷേ ഇതെന്തെങ്കിലും ഇതിനൊരു തീരുമാനമാകണം. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച് അവിടുത്തെ കിച്ചൺ മര്യാദക്കാണോ അറിഞ്ഞിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇത് ചെയ്യണം. ഇത് ഞങ്ങളുടെ സങ്കടമാണ്. ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് കാലത്ത് വന്നിട്ട് ഞങ്ങൾ പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീടാതെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് അവസാനം ഞങ്ങൾക്ക് കൂലിയെങ്കിലും കിട്ടും. ഒരു ദിവസത്തെ മര്യാദയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ അതും തന്നില്ല. എന്നിട്ട് ഞങ്ങളെ നാണം കെടുത്തിട്ടാണ് അവർ. അങ്ങനെ കുഴഞ്ഞിട്ടാണ് ഞങ്ങൾ നിൽക്കണത്. അപ്പൊ എന്തെങ്കിലും ഇനി തീരുമാനം ഉണ്ടാക്കണേ.
ഞങ്ങൾ ആ കിച്ചണിൻ്റെ ഫോട്ടോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. ഇപ്പം ഞങ്ങൾ പൈസ ഞങ്ങളെ വിട്ട പെണ്ണിനോട് ചോദിച്ചപ്പോൾ അവളോട് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൈസ കൊടുക്കില്ല, ഞങ്ങൾക്ക് അവർ കുറേ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത്. എന്ത് നഷ്ടമാണെന്നുള്ളത് അവർ ഞങ്ങളോട് പറയണം. കാരണം എന്താണെന്ന് പറയുക, അവിടെ അതിന് 9 വർഷമായി പണിക്ക് നിൽക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്തിരുന്നത്. അരി ആയാലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവർ പറഞ്ഞിട്ടാണ്, അളവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളിടുന്നത്. നമുക്കവിടെ ഇന്നലെ അങ്ങോട്ട് ചെന്നിട്ട് നമുക്കവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് പറയാൻ, കണക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവർ പറഞ്ഞ് ഓരോ രീതി അനുസരിച്ചാണ് നമ്മളവിടെ ഭക്ഷണം ഉണ്ടാക്കിയതും ചെയ്തതും മുഴുക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നത്. എന്ത് നഷ്ടമാണെന്ന് അവർ ഞങ്ങളോട് പറയുന്നത്. കാരണം ഭക്ഷണം ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ അവിടുത്തെ പെൺപിള്ളേർ ഞങ്ങളോട് പറഞ്ഞതാണ് അവിടെ വീറും വൃത്തിയില്ല, ഞങ്ങൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല, പിന്നെ അത് നേരെയാക്കി അവർ തരൂല്ല. എന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ ഇതുപോലെ വേസ്റ്റാക്കി കളയലാണ്. അവരുടെ തോന്നിയ പോലെ അവർ ഭക്ഷണത്തിന് സാധനങ്ങൾ എടുത്തിട്ട് വെച്ചുണ്ടാക്കി കളയലാണ്. ഇന്ന് നിങ്ങൾ വന്നു പറഞ്ഞാൽ ഇന്ന് ഇച്ചിരിയേ പോയിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇതിൽ കൂടുതലാണ് അവർ കളയുന്നത് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇന്നലെ കണക്ക് പ്രകാരം അവർ പറഞ്ഞാലും വെച്ച് തന്നിട്ട് അവരങ്ങോട്ട് പോവുകയും ചെയ്തു. ഞങ്ങളെല്ലാം വെച്ചുണ്ടാക്കി. പിന്നെ അവർ പറയുന്ന നഷ്ടം എന്ന് പറയുന്നത് സമയത്തിനായില്ല എന്നുള്ളതാണ്. പക്ഷെ പുതിയതായിട്ട് ചെന്ന ഞങ്ങൾക്ക് അവിടുത്തെ രീതികളൊന്നും അറിയില്ല. അത് ഞങ്ങളൊപ്പം നിന്ന് പറഞ്ഞു തന്നിട്ട് ചെയ്യിക്കേണ്ടത് ആ സ്ത്രീയാണ്. അവർ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അന്തം വിട്ടുപോയി. എന്നാലും ഭക്ഷണം ഞങ്ങളെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും പിള്ളേരും വന്ന് അത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കാണ് ഭക്ഷണം അവിടെ കിട്ടാതിരുന്നത്. ഞങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാത്രി ഞങ്ങൾക്ക് ഭക്ഷണം എന്ന് പറയാൻ കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തൂത്ത് വരി കൊണ്ടുപോയി. എന്നിട്ട് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ബാലൻസ് അവർ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. അതാണ് അവിടെ ആകെ വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കാരണം വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയിട്ട് അവിടെ ബാലൻസ് വന്ന സാധനമാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. തിന്നേൻ്റെ ബാക്കിയാണ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു നഷ്ടം ഞങ്ങളായിട്ട് അവിടെ വരുത്തിയിട്ടില്ല. അവരോട് എന്താ ഞങ്ങൾ നഷ്ടം വരുത്തുന്നത് ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഞങ്ങൾക്ക് നഷ്ടം വന്നത് നികത്തണം, അതിനാണ് കൂലി പിടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവരുടെ നഷ്ടം നികത്താൻ ഞങ്ങൾക്ക് തന്ന 600 റുപ്യ ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ആ 600 റുപ്യ കൊണ്ട് അവർക്കുണ്ടായ നഷ്ടം നികത്തുവാണെങ്കിൽ നികന്നോട്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം ഞങ്ങൾക്ക് സുഖമില്ലാത്ത ഒരു ജോലി കിട്ടി ജീവിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് സുഖമില്ലാത്ത വ്യക്തികളാണ്. എന്നാലും അത് മറന്നിട്ട് നമുക്ക് ഒരു കിച്ചൺ പണിയല്ലേ നിന്നിട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ 3-ാം നിലയിലേക്ക് നടന്നു കയറണം. അപ്പം അത് മാത്രമല്ല അത് പോട്ടെ. അപ്പം അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കിച്ചൺ സ്റ്റെപ്പ് കയറാൻ വയ്യ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചെന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് ആയിക്കോട്ടെ എന്ന് അവർ സമ്മതിച്ച വ്യക്തികളാണ്. എന്നിട്ടാ പറയുന്നത് ഞങ്ങൾ നഷ്ടം വരുത്തുന്നത്. നഷ്ടം വന്നത് എന്താണെന്ന് അവർ പറയേണ്ടി വരും. അത് ഞങ്ങൾ 600 റുപ്യ ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് കാശില്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ വണ്ടിക്കാശില്ല. അപ്പൊ താത്ത പറഞ്ഞു താത്തയ്ക്ക് പണിയെടുത്ത വീടുണ്ട്, നമുക്ക് അവിടെ ചെന്ന് വണ്ടിക്കാശ് വാങ്ങി പോകാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അറിയോ, അത്ര ദ്രോഹമാണ് ഈ പണക്കാർ പാവങ്ങളോട് ചെയ്യുന്നത്. ഞങ്ങളോട് മാത്രമേ ആര് വന്നാലും ഇത് തന്നെയായിരിക്കും ചെയ്യുക. പ്രത്യേകിച്ച് അവിടുത്തെ കിച്ചൺ, അവിടെ ജോലി, അവിടെ താമസിക്കാൻ വരുന്ന സ്ത്രീകളോടും എല്ലാവരോടും പറയാം, നിങ്ങൾ ആദ്യം അവിടുത്തെ കിച്ചൺ പോയി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളവിടെ താമസിക്കാവൂ. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നിരിക്കും. പയറൊക്കെ കഴുകാണ്ടാണ് മുറിച്ചത്. എല്ലാ സാധനവും ഞങ്ങൾ ചെന്നതിന് ശേഷം ഇപ്പം ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് 2-3 സ്ത്രീകൾ പറയുക നല്ല ഭക്ഷണമായിരുന്നിട്ട് ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം നല്ല ഭക്ഷണം ഇന്നലെയാണ് കഴിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരറിയ പോലുമില്ല. അപ്പൊ നിങ്ങൾ എവിടെ ഇവിടെ ഇന്നലത്തെ ഭക്ഷണം ആരാ വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേട്ടില്ല, താത്ത പറഞ്ഞ് ഞങ്ങളെ വെച്ചെന്നവർക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്നലെ പോകുന്നേ ചോദിച്ചു. ഞങ്ങൾ കാര്യം പറഞ്ഞു അടുക്കള വൃത്തിയില്ലാന്ന് ഞങ്ങൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം കഴിയതാട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം കഴിയട്ടത്.
പിടിച്ച് പോയി.